നമ്മുടെ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ദിന തിരുക്കർമ്മങ്ങളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടവക ദേവാലയത്തിലെ കൂട്ടായ്മയ്ക്ക് പകരം നമ്മുടെ സ്വന്തം ഭവനങ്ങളിലെ ആത്മീയ കൂട്ടായ്മയിൽ ഒന്നു ചേർന്നാണ് നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുക. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് വിശുദ്ധ ബലിയിൽ പങ്കുചേരാനായിട്ട് നമുക്കൊരുങ്ങാം. വീട്ടിലെ മറ്റ് തിരക്കുകളും നമ്മുടെ ആകുലതകളും ഒക്കെ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ശാന്തമായി തമ്പുരാന്റെ സന്നിധിയിൽ അല്പസമയം ആയിരിക്കാനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവകയെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവൻ ഇന്ന് കോവിഡ് രോഗപ്രതിസന്ധി മൂലം അനേകം പേർ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ സഹനദാസിയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥത്തിൽ അവരെല്ലാവരെയും, എല്ലാ രോഗികളെയും, അവരുടെ കുടുംബാംഗങ്ങളെയും, ആരോഗ്യ പ്രവർത്തകരെയും, ഈ രോഗനിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ബലിവേദിയിൽ പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മധ്യസ്ഥത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നത
ഉന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായോടുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ പിൻചെന്ന വിശുദ്ധ അൽഫോൻസായെ മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഈ കന്യകയുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകരമായ ബലി ആത്മശരീര വിശുദ്ധിയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണു മധുരമാം ദിവ്യനാമ കീർത്തനം. മഹിതമാകുമോരസ്ലേം പണിയുമങ്ങു പാലകൻ, ഒരു ഗണത്തിലാക്കുമീ ചിതറിടും ജനങ്ങളെ. ഹൃദയവും ശാന്തി കാൺമതങ്ങയിൽ കനിയെഴുന്നൊരങ്ങിളി ഭുവന ദുഃഖമുക്തിയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനൻ. ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ. അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ. താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ. കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശനെ. കിന്നരങ്ങൾ നീട്ടിയ നാമഗീതി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയം
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം 32 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണമേ. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലത്തെ പറ്റി, ദൈവം മനുഷ്യന് ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെ പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ ദൈവം എന്തെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കുവാൻ ആകാശത്ത് നിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ ജനതകളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തന്നെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാം അൽഫോൻസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൻ പോൻസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൻ പോൻസാദൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. എന്റെ സഹോദരരെ, കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് ക്രിസ്തു വഴി ദൈവത്തിലുള്ള ഞങ്ങളുടെ വിശ്വാസം. സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താലല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പലകയിൽ എഴുതപ്പെട്ട മരണത്തിന്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ പ്രശോഭിച്ചിരിക്കുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങിമറഞ്ഞതു പോയത് തേജസ്സുറ്റതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുറ്റതുള്ളതായിരിക്കണം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നാദാവിൻ വഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. നാദാവിൻ വഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാദാ നീ ചൊരിയണമേ. സ്നേഹത്തിൻ വചനം, സൗഖ്യത്തിൻ വചനം, നാദാ നീ ചൊരിയണമേ. നാദാവിൻ മൊഴികൾ ശ്രവിപ്പാൻ തിരുമുൻപിൽ ഞങ്ങളിതാ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു. ഇവർ ഗലീലിയിലെ ബെത്സൈദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു,
അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനുമായിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയ കൊച്ചുകൂട്ടുകാരെ, കേരള സഭ സാർവത്രിക സഭയ്ക്ക് നൽകിയ സഹനപുത്രിയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആശംസകൾ ഏറെ സ്നേഹത്തോടെ ഞാൻ നേരുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട അജിത്തച്ഛന്റെ സന്ദേശമുള്ളതുകൊണ്ട് വളരെ ദീർഘമായ ഒരു സന്ദേശത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനു മുൻപ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ എന്ന് നിങ്ങളെ ഇടവക ദേവാലയത്തിൽ വെച്ച് അഭിസംബോധന ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞു. ഒരു ഇടവക വികാരി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചും ഇടവക സമൂഹം എന്ന നിലയിൽ നിങ്ങളെ സംബന്ധിച്ചും ഒട്ടും പ്രതീക്ഷിക്കാത്ത, വിചാരിക്കാത്ത സംഭവങ്ങളാണ് നടക്കുന്നത്. ഇടവക മധ്യസ്ഥയുടെ തിരുനാൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് ആഘോഷത്തോടെ ഒരുക്കത്തോടുകൂടി നമ്മളൊക്കെ ആചരിക്കുന്ന ഒന്നാണ്. ആ ഒരു തിരുനാളിന്റെ അവസരത്തിൽ ആരാധനാ സമൂഹമൊന്നുമില്ലാതെ ഒരു ചെറിയ ചാപ്പലിൽ മുൻപിൽ വച്ചിരിക്കുന്ന ക്യാമറയിൽ നോക്കി ഇടവക സമൂഹത്തോട് ആശംസ പറയേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല. അതുപോലെ നിങ്ങളും ഒരുക്കത്തോടുകൂടി 9 ദിവസത്തെ നവനാളിൽ പങ്കെടുത്ത് ഇടവക ദേവാലയത്തിലെ ആത്മീയ കൂട്ടായ്മയില് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പ്രദർശനത്തിൽ പങ്കുചേർന്ന് ആഘോഷിക്കേണ്ട ഒരു സാഹചര്യത്തിന് പകരം സ്വന്തം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് സ്ക്രീനിൽ നിന്ന് ആശംസകൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങളും കരുതിയിട്ടുണ്ടാവില്ല. അതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഇതുപോലെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ പ്രതിസന്ധി മൂലം ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്നു. നമുക്ക് ചുറ്റും ഒരുപാട് രോഗികളുണ്ട്, മരണമടഞ്ഞവരുണ്ട്. നമ്മൾ ദിനംപ്രതി ന്യൂസ് പേപ്പറിലൂടെ അതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമുക്കും സഹനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തിരുനാൾ ആഘോഷം സഹനദാസിയായ വിശുദ്ധ അൽഫോൻസാമയുടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിന് ഏറെ അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ എല്ലാ വർഷവും ധ്യാനിക്കാറുണ്ടെങ്കിലും ഈ വർഷമാണ് അത് കുറെ കൂടി ആഴത്തിൽ ധ്യാനിക്കേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവരെയും സംബന്ധിച്ചും ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ സഹനങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും. കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കാതെ, കൂട്ടുകാരുമൊത്ത് കളിക്കാനോ സമയം ചെലവഴിക്കാനോ ഒന്നും സാധിക്കാതെ ഭവനങ്ങളിൽ ഒതുങ്ങി ഇരിക്കേണ്ടി വരുന്നു. ഓൺലൈൻ ക്ലാസിന്റെ വിരസത അത് കുട്ടികൾക്കും ബുദ്ധിമുട്ടാണ്, അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് മാതാപിതാക്കൾക്കും, നിങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ മാതാപിതാക്കളും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെയാണ് നോട്ട്സ് എടുക്കുന്നത് കുട്ടികൾക്ക് പകരം. അതെല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ.
അതുപോലെ പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവർക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഇനി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, സാലറി പകുതി ലഭിക്കുന്ന അവസ്ഥ, കിട്ടാതാകുന്ന അവസ്ഥ. ബിസിനസ് നടത്തുന്നവർക്കാണെങ്കിൽ അതിൽ വൻ പരാജയങ്ങൾ സംഭവിക്കുന്നു, സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നു, പുതിയ ബിസിനസ്സുകൾ അന്വേഷിച്ചു പോകേണ്ടി വരുന്നു. അങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എല്ലാവർക്കുമുണ്ട്, സഹനങ്ങളുണ്ട്. ഈ സഹനങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതമാണ് നമുക്ക് മുൻപിലുള്ളത്. സഹനത്തെ സ്നേഹിക്കാൻ പഠിക്കുക, അപ്പോൾ സഹനം സഹനമല്ലാതായിത്തീരും. വിശുദ്ധ അൽഫോൻസാമ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. 36 വർഷത്തെ തന്റെ ജീവിതം കൊണ്ട് അൽഫോൻസാമ ലോകത്തെ പഠിപ്പിച്ച. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഞാൻ മറ്റൊരു സഹനദാസന്റെ ജീവിതം കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഇന്നലെ ഇരിങ്ങാലക്കുട രൂപതയില് ഒരു വന്യ പുരോഹിതന്റെ മൃതസംസ്കാര ശുശ്രൂഷ ഉണ്ടായിരുന്നു. നിങ്ങളിൽ ചിലരെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ജോർജ് മാളിയേക്കൽ അച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷയായിരുന്നു അത്. 76 വയസ്സുള്ള അച്ഛനാണ്. അച്ഛന്റെ ജീവിതത്തെ കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് സഹനത്തിന്റെ ആഴം മനസ്സിലാക്കുക. പട്ടം സ്വീകരിച്ചിട്ട് 48 വർഷം പൂർത്തിയായ വൈദികനാണ് ജോർജ് മാളിയേക്കൽ അച്ഛൻ. അതിൽ 38 വർഷവും ശരീരം തളർന്ന് കിടക്കയിലാണ് ആ വൈദികൻ ജീവിതം ചെലവഴിച്ചത്. ആകെ 10 വർഷം മാത്രമാണ് പൗരോഹിത്യ ശുശ്രൂഷ ഇടവകളിൽ നിർവഹിച്ചത്. 2 പള്ളികളിൽ അസിസ്റ്റന്റ് വികാരിയായിട്ടും 3 പള്ളികളിൽ വികാരിയായിട്ടും സേവനമനുഷ്ഠിച്ചതിന് ശേഷം ഒരു കഴിഞ്ഞ 38 വർഷമായിട്ട് പ്രീസ്റ്റ് ഹോമിലെ 4 ചുവരുകൾക്കുള്ളിലെ കിടക്കയിൽ നിന്ന് ഒന്ന് എണീക്കാൻ പോലും സാധിക്കാതെ 38 വർഷം ജീവിച്ച ഒരു സഹനദാസനാണ് ഇന്നലെ മരണമടഞ്ഞത്. ഞാനും പലപ്പോഴും പ്രീസ്റ്റ് ഹോമിൽ പോയപ്പോഴൊക്കെ ജോർജ് അച്ഛനെ കണ്ടിട്ടുണ്ട്, ജോർജ് അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷമായിട്ട് കിടക്കുകയാണെന്ന് അറിയാം, എങ്കിലും 38 വർഷമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ ചരമക്കുറിപ്പ് വായിച്ചപ്പോഴാണ്. എന്റെ ബാച്ചുകാരനായ അച്ഛനും അദ്ദേഹത്തെ കാണാൻ പോയപ്പോ അച്ഛൻ പറഞ്ഞ വാക്കുകള് മറ്റൊരു ചരമക്കുറിപ്പിൽ ഞാൻ വായിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ്: ആദ്യമൊക്കെ എനിക്കും വലിയ വേദനയായിരുന്നു, എല്ലാവരോടും ദേഷ്യമായിരുന്നു, എല്ലാറ്റിനോടും ദേഷ്യമായിരുന്നു, നിരാശയായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ എന്റെ സഹനത്തെ സ്നേഹിക്കാൻ പഠിച്ചു. കിടക്കയിലെ എന്റെ സഹനമാണ് ദൈവം എനിക്ക് തന്ന പൗരോഹിത്യം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഞാൻ ഒരിക്കലും ദുഃഖിച്ചിട്ടില്ല എന്ന് അച്ഛന്റെ വാക്കുകള് എന്റെ ബാച്ചുകാരനായ അച്ഛൻ ഓർക്കുകയായിരുന്നു. ദൈവം അച്ഛനിൽ നിന്ന് ആഗ്രഹിച്ച പൗരോഹിത്യം കിടക്കയിലെ സഹനമാണ് എന്ന് ആ വൈദികൻ തിരിച്ചറിഞ്ഞതിന് ശേഷം തുടർന്നുള്ള അച്ഛന്റെ ജീവിതം ഏറെ സന്തോഷം നിറഞ്ഞതായിരുന്നു. തന്നെ കാണാൻ വരുന്നവരോടെല്ലാം ചിരിച്ച് സംസാരിക്കാനും വിശേഷങ്ങൾ ചോദിക്കാനും എന്തെങ്കിലും കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ, കൊന്ത അല്ലെങ്കിൽ കീച്ചെയിൻ, അതൊക്കെ സമ്മാനമായിട്ട് നൽകാനൊക്കെ പരിശ്രമിക്കുന്ന ഒരു നല്ല വൈദികൻ. നമ്മളൊക്കെ ഇന്ന് 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ലോക്ക്ഡൌൺ ആയി വീട്ടിലിരുന്നപ്പോ അതുപോലും നമുക്ക് സഹിക്കാൻ പറ്റാതെ ഈ 2020 എന്ന വർഷം എന്തൊരു നശിച്ച വർഷമാ എന്ന് പറഞ്ഞവരാ നമ്മളൊക്കെ, ഞാനടക്കം. അപ്പോ ജോർജ് അച്ഛനൊക്കെ എന്ത് പറയും? കഴിഞ്ഞ 38 വർഷവും നശിച്ച വർഷം എന്ന് പറയണ്ടേ? പക്ഷെ അച്ഛൻ അങ്ങനെ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. തന്റെ സഹനത്തെ സ്നേഹിക്കാൻ പഠിച്ചത് കൊണ്ട് ആ സഹനം സ്വീകരിക്കാനായിട്ട് അച്ഛന് സാധിച്ചു. അൽഫോൻസാമയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ജോർജ് അച്ഛന്റെ 38 വർഷത്തെ സഹന ജീവിതവും നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം അതാണ്. നമ്മുടെയും ജീവിതത്തിലുള്ള സഹനങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കാം. അപ്പോഴൊക്കെ ആ സഹനങ്ങളല്ലാതായിട്ട് മാറുന്നു. നമുക്ക് സഹനങ്ങളുണ്ട്, ഒപ്പം തന്നെ സഹനങ്ങൾ വലിയൊരു അവസരമാണ്. അല്ലെങ്കിൽ സഹനത്തോടൊപ്പം ഒരുപാട് അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിലരോടൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു, ഇത് ഈ ലോക്ക്ഡൌൺ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുന്ന സമയം നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ട ഒരു സമയമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. പലരും പറയാറുണ്ടല്ലോ,
ഒന്നിനും സമയം തികയുന്നില്ല അച്ഛാ. വീട്ടുകാരോടൊത്തും സമയം ചെലവഴിക്കാനായിട്ട്, ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, ബൈബിൾ വായിക്കാനായിട്ട്, വ്യക്തിപരമായി പ്രാർത്ഥിക്കാനായിട്ട്, നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അതിനൊന്നും സമയം തികയുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് സമയമാണ്. ആ സമയം നമ്മൾ എങ്ങനെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഞാനൊരു കൊച്ചു എക്സാമ്പിള് വായിച്ചത് ഓർക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് പേപ്പറിൽ ചില സെലിബ്രിറ്റികളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. ലോക്ക്ഡൌൺ കാലഘട്ടം അവരെങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത് എന്നായിരുന്നു ചോദ്യം. പല സിനിമാ നടന്മാരും നടിമാരും ഓരോരോ കാര്യങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് മലയാള നടനായ നിവിൻ പോളി എഴുതിയ ഒരു ചെറിയ കുറിപ്പാണ്. നിവിൻ പോളി എഴുതിയത് ഇപ്രകാരമാണ്: മുൻപൊക്കെ ഷൂട്ടിങ്ങിന് പോകുന്നത് കൊണ്ട് വീട്ടിൽ ഒരുപാട് സമയം ചെലവഴിക്കാനായിട്ട് എനിക്ക് കിട്ടാറില്ല. ഇപ്പോൾ ഞാൻ മുഴുവൻ സമയവും വീട്ടിലുണ്ട്, കുടുംബത്തോടൊത്ത് സമയം ചെലവഴിക്കുന്നു. എന്റെ അമ്മയ്ക്ക് കുടുംബ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ഞാനും എല്ലാ ദിവസവും ഇന്ന് അമ്മയോടൊപ്പം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. വലിയ ഒരു സെലിബ്രിറ്റിയുടെ വാക്കുകളാണ്. ഒരു കൊച്ചു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് സമയം തികയുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന നമുക്ക് ഇന്ന് സമയം ദൈവം തന്നപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ കൂടി ഈ ഒരു ലോക്ക്ഡൌൺ കാലഘട്ടം ഉപകരിക്കട്ടെ എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി വിശുദ്ധ അൽഫോൻസാമയുടെ സഹനത്തിന്റെ ഓർമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട ജോർജ് മാളികലച്ചന്റെ 38 വർഷത്തെ സഹന ജീവിതവും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ സ്നേഹിക്കാനായിട്ട് പഠിക്കാം. അപ്പോൾ സഹനങ്ങൾ അല്ലാതാകുന്നു. ദൈവം നൽകുന്ന നന്മകൾ കണ്ട് അതിൽ സന്തോഷിച്ച് സന്തോഷപ്രദമായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നരുളി ചെയ്ത മിശിഹായെ സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് തന്റെ സത്യത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷണറിമാരെ ഭാരതത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച മിശിഹായെ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റ് അജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവസ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമയെ പോലെ ദൈവേഷ്ടത്തിന് തങ്ങളെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വീരോചിതമായി നേരിടുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിലത്ത് വീണഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന ഗോതമ്പ് മണി പോലെ ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കുവാൻ സമർപ്പിതർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും വഴിയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് തൽപരരും യോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയെ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസാമയെ അങ്ങ് ശക്തയാക്കിയല്ലോ.
ആഴമേറിയ വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈശോയ്ക്ക് നൽകാൻ എൻ കയ്യിൽ ഇന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഈശോയ്ക്ക് നൽകാൻ എൻ കയ്യിൽ ഇന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവ്വമോഹങ്ങളും. ഞാനിതാ നൽകുന്നു പൂർണ്ണമായി എന്നെയും എൻ സർവ്വമോഹങ്ങളും. എന്നെയും എൻ സർവ്വമോഹങ്ങളും. ഈശോയ്ക്കു നൽകാൻ എൻ കയ്യിൽ ഇന്ന് മറ്റെന്ത് സമ്മാനമുണ്ട്? കാതനും അതുപോലാത്മജനും ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിലാ പാവനമീ ബലിയിൽ. ആദിയിലെപ്പോഴെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജസ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ശ്രീസ്വരത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ
ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീകളിൽ തലപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ മുതൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ൃഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരവിചാരങ്ങൾ.
പ്രാർത്ഥിപ്പൂ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും, പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. ഓ പാവനാത്മാവേ, പരന്നിറങ്ങേണമേ. നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പരന്നിറങ്ങേണമേ. നിന്റെ ശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകം ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളതാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരം രക്തവും കടങ്ങളുടെ പ്രതിനിധി ചെയ്യുന്നു കാരണമാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. മഹനീയമായ ദാനത്തെക്കുറിച്ച്
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അൽഫോൻസാവയെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. നമുക്കേകും മാതൃക പോലി ഭുവനത്തിൽ കുരിശുകളെല്ലാം പേറിടുവാൻ ദൈവം കൃപയിന്നരുളട്ടെ. എല്ലാവർക്കും നന്മ വരാൻ എന്നും ത്യാഗപഥം തേടാൻ പരിശുദ്ധാത്മാവനുവേലം നരനരുളട്ടെ സൗഭാഗ്യം. രക്ഷാകരമാമീ ബലിയിൽ പങ്കാളികളായി തീർന്നവരെ ദൈവൈക്യത്തിൽ ജീവിപ്പിൻ. നിർമ്മല വീഥിയിൽ നീങ്ങിടുവിൻ. ജീവിതമേകും ക്ലേശങ്ങൾ ത്യാഗമിയെന്നു സഹിക്കാനായി ദൈവം ശക്തി പൊഴിക്കട്ടെ. ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇങ്ങനെ ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കുശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്തൽ രക്തത്താൽ നനയുന്ന അവിടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തെ മഹനീയം പുനർവശിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിന്റെ സൗഭാഗ്യവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദികരെ ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ തിരുനാൾ ദിന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന
ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ആത്മീയ കൂട്ടായ്മയിൽ ഒരുമിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദിയും ഇന്നത്തെ ദിനത്തിന്റെ ആശംസകളും നേരുന്നു. ബഹുമാനപ്പെട്ട അജിത്ത് ചേരേക്കര അച്ഛന്റെ സന്ദേശം ഈ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അച്ഛന്റെ വാക്കുകളും നമുക്ക് ശ്രവിക്കാം. തുടർന്നും നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അൽഫോൻസാമയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകളെയൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം പകർത്താനും മറ്റുള്ളവർക്ക് സന്തോഷം നന്മ ചെയ്യുന്ന സന്തോഷം പകർത്തുന്ന ജീവിതങ്ങളാക്കി നമ്മുടെ ജീവിതങ്ങളെയും മാറ്റാം. അതിന് വിശുദ്ധ അൽഫോൻസാമയുടെ മാതൃക നമുക്ക് ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തിരുശേഷിപ്പിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒരു നിമിഷം വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകമായി നമ്മുടെ രൂപതയെയും രൂപത അധ്യക്ഷനെയും രൂപതയിലെ എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ സുഹൃത്തുക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ ഇടവകയായ പൊഴിച്ചിലൂർ സെന്റ് അൽഫോൻസ കുടുംബത്തെയും ഈ കുടുംബത്തിലെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അവരുടെ ജീവിത നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് നമുക്ക് ഈ ബലിവേദിയിൽ ഓർക്കാം. കോവിഡ് രോഗപ്രതിസന്ധി മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാവരെയും, അതിൽ ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികളുണ്ടാകാം, കുടുംബാംഗങ്ങളുണ്ടാകാം, സുഹൃത്തുക്കളുണ്ടാകാം, ലോകം മുഴുവനിലുള്ള ഒരുപാട് രോഗികളുണ്ട്. അവരെല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കാം. ഈ രോഗത്തിന്റെ നിർമ്മാർജ്ജനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും മറ്റ് എല്ലാ സുഹൃത്തുക്കളെയും പ്രത്യേകമായിട്ട് അവരുടെ സേവനങ്ങളെയും ഈ നിമിഷം നമുക്ക് ബലിവേദിയിൽ ഓർക്കാം. നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളും വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത്തോട് ചേർത്ത് വച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും എന്നരുൾ ചെയ്ത കർത്താവേ, ദൈവത്തിരുമനസ്സിന് യോജ്യമാവിധം ജീവിക്കുവാനും സഹനമെന്ന പുണ്യത്തിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീരോചിതമായ സഹന ജീവിതം നയിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തെ ധന്യമാക്കിയ വിശുദ്ധ അൽഫോൻസാമയുടെ ആത്മീയ സുഹൃതങ്ങളുടെ ഫലങ്ങൾ പരിഗണിച്ച് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങളെ കനിവോടെ തൃക്കൺ പാർക്കണമേ. അനുദിനം വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിന്റെയും ശരണത്തിന്റെയും സ്നേഹത്തിന്റെയും അരൂപിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിത മാതൃക പിൻചെന്ന സഹനമാർഗത്തിലൂടെ ആത്മബലവും ദൈവിക ജീവനും പ്രാപിച്ച് ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.
അകമാകെ നിറഞ്ഞ സുഗന്ധം നീ. വിശുദ്ധയാമൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ. ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. വിശുദ്ധയാമൽഫോൻസേ പ്രാർത്ഥിച്ചിടണമേ. ഭാരതമണ്ണിൻ യാചനകൾ പിന്നിലുയർത്തണമേ. നാഥനെ വരനായി ആശ്ലേഷിച്ചിടുവാൻ ഭൂമിയിൽ വൈരൂപ്യമായവളേ. നാഥനെ വരനായി ആശ്ലേഷിച്ചിടുവാൻ ഭൂമിയിൽ വൈരൂപ്യമായവളേ. സുഖമോഹത്തിൻ മായയിൽ മുഴുകാതെ ഞങ്ങളെ എന്നും കാത്തിടണേ തായേ. സുഖമോഹത്തിൻ മായയിൽ മുഴുകാതെ ഞങ്ങളെ എന്നും കാത്തിടണേ തായേ. വിശുദ്ധ